അജ്ഞാതവാസകാലത്ത് അവിചാരിതമായാണ് ഭീമൻ ഹിഡുംബിയെ കണ്ടുമുട്ടുന്നതും വിവാഹം കഴിക്കുന്നതും. അവരുടെ അതിതീക്ഷ്ണമായ പ്രണയ സമാഗമ സമയത്താണ് ഹിഡുംബി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഛായാമുഖി എന്ന വാൽക്കണ്ണാടി അനുരാഗപൂർവം ഭീമസേനന് പാരിതോഷികമായി സമ്മാനിക്കുന്നത്. അത് ഒരു സാധാരണ കണ്ണാടിയായിരുന്നില്ല. അതിലാര് നോക്കിയാലും ആ കണ്ണാടിയിൽ തെളിയുന്നത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളിന്റെ മുഖമായിരിക്കും. ഭീമൻ അതിതീക്ഷ്ണമായ അതിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭയിൽ മുങ്ങി കണ്ണാടിയിലേക്ക് ഉറ്റുനോക്കി. തൊട്ടടുത്ത് പ്രണയ പരവശയായി നിന്നിരുന്ന ഹിഡുംബി ആ കണ്ണാടിയിൽ തന്നെയാണ് ഭീമൻ ദർശിക്കുക എന്ന അമിത ആവേശത്തിൽ എത്തി നോക്കി. പക്ഷേ നിരാശയായിരുന്നു ഫലം. കാരണം അതിൽ തെളിഞ്ഞത് സുന്ദരിയായ ദ്രൗപദിയായിരുന്നു. ഹിഡുംബിയുടെ പ്രതീക്ഷകൾ അസ്ഥാനത്തായി. അവൾ നിറഞ്ഞ കണ്ണുകളോടെ ക്ഷുഭിതയായി കാട്ടിലേക്ക് ഓടിപ്പോയി. പിന്നീട് ഭീമൻ ദ്രൗപദിക്ക് പ്രണയപൂർവം ആ കണ്ണാടി സമർപ്പിച്ചു. ദ്രൗപദിയും അതിന്റെ പ്രഭയിൽ മുങ്ങി അതിലേക്ക് കണ്ണോടിച്ചു. അപ്പോൾ ഭീമൻ കണ്ടത് അതിൽ തെളിയുന്നത് അർജുനന്റെ മുഖമായിരുന്നു. തന്റെ സാമീപ്യത്തിലും അവൾ അർജുനനെ ഓർത്തിരിക്കുന്നത് ഭീമനെ നിരാശനാക്കി. ദ്രൗപദി തനിക്ക് കിട്ടിയ ഛായാമുഖിയുമായി അർജുനന്റെ അരികിലെത്തുകയും അർജുനൻ അത് സമ്മാനിക്കുകയും ചെയ്തു. അർജുനൻ അതിൽ നോക്കുമ്പോൾ തന്നെ കാണുമെന്ന് പ്രതീക്ഷിച്ച ദ്രൗപദി അതിയായി സന്തോഷിച്ചു. പക്ഷേ